ചാക്രികം. കഥ എഴുതിയത് മായാദത്ത്. കിടക്കയ്ക്കരികിലുള്ള മോണിറ്ററിൽ ഹൃദയമിടിപ്പിൻ്റെ ചലനങ്ങൾ മുകളിലേക്കും താഴേക്കും വിറച്ചുകൊണ്ട് പോകുന്ന വരകളായി കാണിക്കുന്നു. മോണിറ്ററിൻ്റെ ഒരരികിൽ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം എത്രത്തോളം ശരിയായി നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് അക്കങ്ങളായി മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഓക്സിജൻ മാസ്കിലൂടെ വളരെ കഷ്ടപ്പെട്ട് ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുന്ന കീർത്തനയ്ക്ക് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. രക്തപ്രവാഹം നിർത്താനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തതുകൊണ്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തമൊലിക്കുന്നത് നിന്നിട്ടുണ്ട്. കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് തൂക്കിയിട്ടിരിക്കുന്ന മൂത്രസഞ്ചിയിൽ രക്തം കലർന്ന മൂത്രം അല്പം മാത്രം നിറഞ്ഞുകിടന്നു. മോണിറ്ററിലെ റീഡിങ്ങുകൾ ഒന്നുകൂടി നോക്കി സിസ്റ്റർ ഭാമ കട്ടിലിനരികെയുള്ള കസേരയിലിരുന്നു. താൻ ഡ്യൂട്ടിയിൽ കയറിയിട്ട് 6 മണിക്കൂറുകളോളം ആകുന്നു. ഇത്രയും സമയം കീർത്തനയ്ക്കരികിൽ തന്നെയായിരുന്നു. അവളുടെ ആരോഗ്യനിലയിൽ ഒരു മാറ്റവും ഇതുവരെ കാണുന്നില്ല. പുലർകാലത്താണ് ശരീരം മുഴുവൻ രക്തമൊലിപ്പിച്ച് അബോധാവസ്ഥയിൽ കീർത്തനയെ കൊണ്ടുവന്നതെന്ന് സിസ്റ്റർ സോണിയ ഡ്യൂട്ടി കൈമാറുമ്പോൾ പറഞ്ഞിരുന്നു. മൃഗീയമായ കൂട്ടബലാത്സംഗത്തിനിരയായിരുന്നു അവൾ. കീർത്തനയെ നോക്കിയിരുന്നപ്പോൾ സിസ്റ്റർ ഭാമയുടെ കണ്ണുകൾ സ്വയം അറിയാതെ ഈറനണിഞ്ഞു. 15 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി. പാതി മുറിഞ്ഞ് നീര് വന്ന് വീർത്തിരിക്കുന്ന ചുണ്ടുകൾ ഇടയ്ക്ക് ചെറുതായി അനങ്ങുന്നുണ്ട്. കവിളുകളിലും കഴുത്തിലും നിറച്ചും മുറിപ്പാടുകൾ. ഭാമ അവളുടെ കേസ് ഷീറ്റ് മുഴുവൻ വായിക്കാൻ തുടങ്ങി. കീർത്തന, 15 വയസ്സ്, അച്ഛൻ്റെ പേര് ശിവനാഥ്. അതിന് താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസം കണ്ടപ്പോഴേക്കും ഭാമ ഞെട്ടിപ്പോയി. ഈശ്വര, ശിവേട്ടൻ്റെ മോൾ! നിയന്ത്രണം വിട്ട് പുറത്തേക്ക് വന്ന കരച്ചിലടക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് സാധിച്ചില്ല. കഷ്ടപ്പെട്ട് അടക്കി ഭാമ കീർത്തനയെ നോക്കി. എന്തു ചെയ്യണമെന്നറിയാതെ ഭാമ സാവധാനം കീർത്തനയുടെ കൈകൾ തലോടി. ഭാമ തൊട്ടപ്പോഴേക്കും കീർത്തനയിൽ വല്ലാത്തൊരു വിറയൽ വന്നു. പരിഭ്രമിച്ചു പോയ ഭാമ ഉടനെ തന്നെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ശരണ്യ വന്ന് കീർത്തനയെ പരിശോധിച്ചു. മനസ്സിനേറ്റ ആഘാതത്തിൻ്റെ ഞെട്ടലായിരുന്നു അതെന്ന് ഡോക്ടറുടെ വാക്കുകളിൽ നിന്നും ഭാമയ്ക്ക് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് കാലുകൾക്ക് വരുന്ന വിറയലും അതിൻ്റെ തന്നെ ഭാഗമാണെന്നും രോഗിയുടെ നില ആശയ്ക്ക് വക നൽകുന്നത് തന്നെയാണെന്നു കൂടി ഡോക്ടറിൽ നിന്നും കേട്ടപ്പോൾ ഭാമയ്ക്ക് ശരിക്കും ആശ്വാസം തോന്നി. മറ്റൊരു ഇഞ്ചക്ഷൻ കൂടി എഴുതി കൊടുത്ത് ഡോക്ടർ പോയി. ഭാമ വളരെ കരുതലോടെ കീർത്തനയ്ക്ക് ആ ഇഞ്ചക്ഷനും കൊടുത്തു. കൂടെയുള്ള അമ്പിളി സിസ്റ്ററിൻ്റെ മുഖത്തും ദുഃഖത്തിൻ്റെ നിഴലുകൾ. ഭാമ സാവധാനം ICUവിൻ്റെ വാതിൽ തുറന്നു. കസേരകളിൽ ഇരുന്നവരൊക്കെയും പെട്ടെന്ന് എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് വന്നു. അതിൽ ശിവനാഥനെയും അയാളുടെ അമ്മയെയും ഭാര്യ അനിതയെയും ഭാമ തിരിച്ചറിഞ്ഞു. കരഞ്ഞു തളർന്നിരിക്കുന്നു എല്ലാവരും. ശിവനാഥിൻ്റെ അമ്മയും അനിതയും മോൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചത് ഒരുമിച്ചായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഭാമയെ കണ്ട ഞെട്ടലിൽ ശിവനാഥൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. കുഴപ്പമില്ല, ഒക്കെ ശരിയാകും എന്ന് പറഞ്ഞ് ഭാമ വാതിലടയ്ക്കുവാൻ നോക്കി. മോളെ എന്ന് വിളിച്ച് ശിവനാഥിൻ്റെ അമ്മ ഭാമയുടെ കയ്യിൽ പിടിച്ചപ്പോൾ അവൾ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. ഈ അമ്മയ്ക്ക് തന്നെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? 2 കൈകൾ കൊണ്ടും അവളുടെ കൈ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിന്നോട് ചെയ്ത് തെറ്റിന് കിട്ടിയ ശിക്ഷ എന്ന് പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. ICUവിൻ്റെ മുന്നിൽ ശബ്ദമുണ്ടാക്കുന്നത് അത്ര ശരിയല്ല. ഭാമ വേഗം അവരുടെ കൈകൾ ബലമായി വിടുവിച്ച് അകത്തേക്ക് കയറി വാതിലടച്ചു. അവൾക്ക് ശരീരം മുഴുവൻ വിറയ്ക്കുന്നത് പോലെ തോന്നി. എത്ര ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാനാകാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാര്യം മനസ്സിലാക്കിയ അമ്പിളി വേഗം അടുത്തു വന്ന് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. കണ്ണുകൾ തുടച്ച് ഭാമ സാവധാനം കസേര കട്ടിലിനടുത്തേക്ക് വലിച്ചു വച്ചിരുന്ന് കീർത്തനയുടെ ഉള്ളംകൈ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. അപ്പോൾ 16 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ശപിക്കപ്പെട്ട ദിനത്തിൻ്റെ ഓർമ്മകളിലേക്ക് തനിയെ ഇറങ്ങിപ്പോവുകയായിരുന്നു ഭാമ. നഴ്സിംഗ് കോഴ്സിൻ്റെ അവസാന ദിന ക്ലാസ്സിനു ശേഷം കൂട്ടുകാരുമൊത്ത് ഒരു ചെറിയ പാർട്ടിയും കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്ത് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും നാട്ടിലുള്ള
പതിവ് ബസ് പോയി കഴിഞ്ഞിരുന്നു. അടുത്ത ബസ് കിട്ടാൻ ഏറെ നേരം നിൽക്കേണ്ടി വന്നു. 3 മണിക്കൂർ നേരത്തെ യാത്രയും കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ നല്ലവണ്ണം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. സ്റ്റോപ്പിലിറങ്ങാൻ താൻ മാത്രം. വീട്ടിലെത്താൻ അവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം ഇടവഴിയിലൂടെ നടക്കണം. ഹോസ്റ്റലിൽ നിന്നും പുറപ്പെടുന്നതിനു മുമ്പേ അച്ഛനോട് വന്ന് സ്റ്റോപ്പിൽ നിൽക്കാൻ പറയാൻ അടുത്ത വീട്ടിലെ ആനന്ദി ചേച്ചിയുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞതായിരുന്നു. ഫോൺ എടുത്തത് ചേച്ചിയുടെ വീട്ടിൽ താമസിക്കുന്ന അവരുടെ ഒരു അകന്ന ബന്ധുവായിരുന്നു ദിവാകരൻ. അയാൾ അച്ഛനോട് പറയാൻ മറന്നിരിക്കും. അല്ലെങ്കിലും അയാൾക്ക് തന്നോട് ഇത്തിരി ദേഷ്യമുണ്ട്. അയാൾ കൊണ്ടുവന്ന കല്യാണാലോചന താൻ വേണ്ടെന്ന് പറഞ്ഞിരുന്നു. ജോലിയൊന്നും ചെയ്യാതെ കള്ളും കുടിച്ചു നടക്കുന്ന അയാളെ എങ്ങനെ വിവാഹം കഴിക്കാനാണ്? അയാൾക്ക് പേരിന് മെഡിക്കൽ സ്റ്റോറിൽ ഒരു ജോലിയുണ്ട് എന്ന് മാത്രം. തനിക്കാണെങ്കിൽ വീട്ടിലെ ഉത്തരവാദിത്വങ്ങളുണ്ട്. ദിവസക്കൂലിക്കാരനായ അച്ഛന് ആരോഗ്യം മോശമായി വരികയാണ്. അനിയനെ പഠിപ്പിക്കണം. അമ്മയ്ക്കാണെങ്കിൽ അടുക്കളയും പരിസരങ്ങളും അല്ലാതെ മറ്റു ലോകങ്ങളൊന്നുമില്ല. വീട് വയ്ക്കാനെടുത്ത കടത്തിൻ്റെ ബാക്കി ഇനിയും ബാങ്കിൽ അടച്ചു തീർക്കാനുണ്ട്. തനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അല്പമെങ്കിലും തീർക്കാൻ. പിന്നെ ശിവേട്ടൻ. ദിവാകരനെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറയാൻ ശിവേട്ടനും ഒരു കാരണമാണ്. BSc നഴ്സിംഗ് കോഴ്സിന് ചേർന്ന് കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്നും ആദ്യ തവണ നാട്ടിലേക്ക് വരുമ്പോഴാണ് ബസ്സിൽ വെച്ച് ശിവേട്ടനെ കാണുന്നത്. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകനായ അദ്ദേഹത്തെ ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ കോളേജിനടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലായിരുന്നു ശിവേട്ടൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ബസ്സിൽ വച്ച് പരിചയം പുതുക്കി. പിന്നീട് 2-3 തവണ ഹോസ്റ്റലിലേക്കുള്ള വഴിയിൽ വച്ച് പരിചയം പുതുക്കി. ഒരു ദിവസം വഴിയിൽ കണ്ടപ്പോൾ ഒരു ആമുഖം പോലും ഇല്ലാതെ തന്നെ ഇഷ്ടമാണെന്നും കോഴ്സ് തീർന്നാൽ വിവാഹം കഴിക്കുവാൻ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പഠനം കഴിഞ്ഞാൽ ജോലിക്ക് പോകണമെന്നും വീട്ടിലെ ഉത്തരവാദിത്വങ്ങളൊക്കെ തനിക്കാണെന്നും പറഞ്ഞപ്പോൾ അതൊന്നും തനിക്കൊരു പ്രശ്നമല്ലെന്നായിരുന്നു മറുപടി. ശിവേട്ടൻ എന്നും മനസ്സിനൊരു സന്തോഷവും സമാധാനവുമായിരുന്നു. ശിവേട്ടൻ്റെ അച്ഛൻ വഴി തൻ്റെ അച്ഛനും ഈ കാര്യത്തെപ്പറ്റി അറിഞ്ഞിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. ഇടവഴിയിലൂടെ അല്പം മുന്നോട്ട് പോയപ്പോഴേക്കും എതിരെ 2 പേർ വരുന്നത് കണ്ടു. വഴിയരികിലേക്ക് ഒഴിഞ്ഞു മാറി നിന്നുകൊടുത്തു. തനിക്ക് പിന്നിലേക്ക് പോയ അവർ തിരിഞ്ഞു നിന്നതും തന്നെ കയറി പിടിച്ചതും ഒരുമിച്ചായിരുന്നു. നിലവിളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ വായും മൂക്കും ഒരാൾ മൂടിപ്പിടിച്ചു. കുതറി ഓടാൻ ശ്രമിച്ചെങ്കിലും മൂന്നാമതായി വന്ന ദിവാകരൻ മുഖമടച്ച് ഒരടി തന്നതും താൻ നിലത്തു വീണുപോയി. ഉടനെ മറ്റൊരാൾ ഒരു തൂവാല മൂക്കിനോട് ചേർത്ത് പിടിച്ചു. അത്ര മാത്രമേ ഓർമ്മയുള്ളൂ. ഓർമ്മ വന്നപ്പോൾ അച്ഛനും അനിയനും മുറിക്ക് പുറത്തുണ്ടായിരുന്നു. നഴ്സിംഗ് പഠിച്ച തനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആരും ഒന്നും പറഞ്ഞു തരേണ്ടി വന്നില്ല. ശരീരത്തിനേറ്റ മുറിവുകളേക്കാൾ ആഴത്തിലായിരുന്നു മനസ്സിനേറ്റ മുറിവ്. ശിവേട്ടൻ ആശുപത്രിയിൽ വന്നിരുന്നു. കുറേ നേരം അടുത്തിരുന്ന് ആശ്വസിപ്പിച്ചിട്ട് പോയി. എന്തു വന്നാലും ഉപേക്ഷിക്കില്ലെന്ന് കൈപിടിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകളിൽ കണ്ടത് ശിവേട്ടനോടുള്ള നന്ദിയായിരുന്നു. ശരീരത്തിനും മനസ്സിനുമേറ്റ വേദനയേക്കാൾ വിഷമം തന്നത് പോലീസ് അന്വേഷണങ്ങളും അവരുടെ ചോദ്യങ്ങളുമായിരുന്നു. ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ അയൽപക്കക്കാരുടെ അടക്കം പറച്ചിലുകളും സഹതാപം കാണിക്കലും പിന്നെയും നോവിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും താൻ എന്തോ തെറ്റ് ചെയ്തതുപോലെയായിരുന്നു സംസാരിച്ചത്. പക്ഷേ എത്ര ആലോചിച്ചിട്ടും താൻ ചെയ്ത തെറ്റെന്തെന്ന് മനസ്സിലായില്ല. ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് ആനന്ദി ചേച്ചിയുടെ കുറ്റപ്പെടുത്തൽ കേട്ടപ്പോഴായിരുന്നു. ദിവാകരനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അവന് വാശി കയറി ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ കേസിനും കൂട്ടത്തിനും പോയാൽ അവന് കൂടുതൽ വാശി കയറുകയുള്ളൂ. മാനം നഷ്ടപ്പെട്ട നിന്നെ ഇനി ആര് കല്യാണം കഴിക്കാനാ? അവനാണെങ്കിൽ ഇപ്പോഴും നിന്നെ കെട്ടാൻ തയ്യാറാണ് എന്നുകൂടി കേട്ടപ്പോൾ ചേച്ചിയോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറയാനേ അപ്പോൾ തോന്നിയുള്ളൂ. ആനന്ദി ചേച്ചിയെ താൻ സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്തായിരുന്നു കണ്ടിരുന്നത് എന്ന് ആലോചിച്ചപ്പോൾ സ്വയം ഒരു അവജ്ഞ തോന്നിപ്പോയി. മറ്റൊരാൾ ബലം പ്രയോഗിച്ച് വീഴ്ച നടത്തുമ്പോൾ നഷ്ടപ്പെടുന്നതാണോ ഒരു പെണ്ണിൻ്റെ വിശുദ്ധിയും ചാരിത്രവും? ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അത് മനസ്സിലെന്നും അവശേഷിച്ചു.
ആശുപത്രിയിൽ വന്ന് സമാധാനിപ്പിച്ചിട്ട് പോയെങ്കിലും പിന്നീട് ഒരിക്കലും ശിവേട്ടൻ തന്നെ കാണാൻ വന്നില്ല. അടുത്ത മാസം ശിവേട്ടൻ്റെ അച്ഛൻ കല്യാണക്കുറിയുമായി വന്നപ്പോഴാണ് അറിഞ്ഞത് വേറെ വിവാഹം കഴിക്കുവാൻ പോവുകയാണെന്ന്. മൂന്ന് പേർ കൂടി നശിപ്പിച്ച പെണ്ണിനെ എങ്ങനെ മകൻ്റെ വധുവായി കുടുംബത്തിൽ കയറ്റുമെന്ന് ശിവേട്ടൻ്റെ അമ്മ ചോദിച്ചുവെന്ന് പിന്നീട് അറിഞ്ഞു. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിരിക്കും. മനസ്സിനേറ്റ വേദന ഇതും കൂടിയായപ്പോൾ അധികമായി. പോലീസ് സ്റ്റേഷനും വക്കീലാപ്പീസും കോടതിയും ഒക്കെയായി ഒരുപാട് അലയേണ്ടി വന്നു. കുടുംബത്തിൻ്റെ മാനവും തൻ്റെ ഭാവിയുമൊക്കെ ചൂണ്ടിക്കാണിച്ച് കേസിന് പോകാതിരിക്കാൻ പലരും നിർബന്ധിച്ചിരുന്നു. പക്ഷേ വീട്ടിലെല്ലാവരും കൂടെ തന്നെ നിന്ന് ധൈര്യം തന്നു. കോടതിയിൽ എതിർവക്കീലിൻ്റെ മാനം കെടുത്തുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും മാനഭംഗം സംഭവിച്ചത് ആ കോടതി മുറിയിൽ വച്ചായിരുന്നുവെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒടുവിൽ ആ 3 പേരും 7 വർഷത്തെ തടവിന് ശിക്ഷിച്ചപ്പോഴേക്കും 2ലേറെ വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ആ 2 വർഷം അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും ഫലം കിട്ടി എന്ന് തോന്നിയത് കോടതി വിധി കേട്ടപ്പോഴായിരുന്നു. പിന്നീടുള്ള ദിനങ്ങൾ ശരിക്കും ഒരു തിരിച്ചുവരവിൻ്റേതായിരുന്നു. അച്ഛനും അമ്മയും അനിയനും കൂടെ നിന്ന് ധൈര്യം തന്നു. പിന്നെ കൂട്ടുകാരി അമ്പിളി, അവൾ അവധി കിട്ടുമ്പോഴൊക്കെ വീട്ടിൽ വരികയും കൂടെ താമസിക്കുകയും ചെയ്തു. ഇടയ്ക്കൊക്കെ തന്നെ അവളുടെ വീട്ടിലും കൂട്ടിക്കൊണ്ടുപോകും. കൂടെ നിന്ന് പഠനത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നതിലും അടുത്ത വർഷം പരീക്ഷ എഴുതാൻ നിർബന്ധിച്ചതിലും അവൾക്കുള്ള പങ്ക് ഒരിക്കലും മറക്കാനാവില്ല. പരീക്ഷാഫലം വന്ന ഉടനെ തന്നെ അമ്പിളി ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ തന്നെ തനിക്കും ജോലി കിട്ടി. ഒരിക്കലും മറക്കാനാവാത്ത സംഭവമാണെങ്കിൽ കൂടി ആ ആഘാതത്തിൽ നിന്നും താൻ മോചനം നേടിയത് ജീവിതത്തിൽ വിജയിച്ച് കാണിക്കണമെന്നുള്ള ആഗ്രഹം കാരണമായിരുന്നു. അടുത്ത 3 വർഷങ്ങൾ കുടുംബത്തിനു വേണ്ടിയായിരുന്നു. അതിനിടയിൽ ശിവേട്ടനും ദിവാകരനുമൊക്കെ മറവിയുടെ ഏതോ കയത്തിൽ മറഞ്ഞിരുന്നു. പിന്നീട് കൂടെ ജോലി ചെയ്യുന്ന കതിരേശൻ തന്നെ വിവാഹം കഴിച്ചു. വിവാഹത്തിനു മുമ്പേ അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. അനാഥനായ കതിരേശൻ ചെറുപ്പത്തിലെ ജന്മനാടായ തഞ്ചാവൂർ വിട്ട് കേരളത്തിലേക്ക് വന്നതാണ്. തൻ്റെ മാതാപിതാക്കളെ കതിരേശൻ സ്വന്തം മാതാപിതാക്കളെ പോലെ തന്നെ സ്നേഹിച്ചു. അല്പം വൈകിയാണെങ്കിലും അനിരുദ്ധൻ ജനിച്ചപ്പോൾ അതുവരെ അനുഭവിച്ച വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ മറക്കാനായി. അനിയന് മിലിട്ടറിയിൽ ജോലിയും കൂടി കിട്ടിയപ്പോൾ കുടുംബത്തിൽ മുഴുവനും സന്തോഷം കളിയാടി. ജയിലിൽ നിന്നും ഇറങ്ങിയ ദിവാകരൻ ഒരിക്കൽ തന്നെ കാണാൻ വന്നിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വരവായിരുന്നു അത്. അതിരാവിലെ കോളിംഗ് ബെൽ ശബ്ദം കേട്ടപ്പോൾ കതിരേശനായിരുന്നു വാതിൽ തുറന്നത്. സിസ്റ്റർ ഇല്ലേ എന്ന ചോദ്യം കേട്ടാണ് താൻ വന്നത്. അയാളെ കണ്ടപ്പോൾ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിന്നുപോയി. അയാളും ഒന്നും സംസാരിച്ചില്ല. തന്നെ അല്പനേരം നോക്കി നിന്നു. പിന്നീട് തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുനിഞ്ഞ് തൻ്റെ കാൽ തൊട്ടു. ഒരു വാക്കുപോലും പറയാതെ തിരിച്ചുപോയി. അടുത്ത തവണ അമ്മ വന്നപ്പോൾ പറഞ്ഞറിഞ്ഞു ജയിലിൽ കഴിഞ്ഞ കാലം കൊണ്ട് അയാൾ കള്ളുകുടിയൊക്കെ നിർത്തിയിരുന്നു എന്ന്. ചെയ്തുപോയ തെറ്റിന് എപ്പോഴും പശ്ചാത്തപിക്കാറുണ്ടായിരുന്നു പോലും. തന്നെ കണ്ടുപോയ ശേഷം അയാൾ മറ്റേതോ നാട്ടിലേക്ക് പോയത്രേ. കീർത്തനയിൽ നിന്നുയർന്ന ഉച്ചത്തിലുള്ള നിലവിളിയാണ് ഭാമയെ ചിന്തയിൽ നിന്നും ഉയർത്തിയത്. അവൾക്ക് ബോധം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഭാമ ഉടനെ ഡോക്ടർ ശരണ്യയെ വിളിച്ചു. കീർത്തനയെ പരിശോധിച്ച ഡോക്ടർ ഒരുപാട് സന്തോഷത്തോടെ നെടുവീർപ്പിട്ടു. വിഷമഘട്ടം തരണം ചെയ്തിരിക്കുന്നുവെന്നും ഇനി ഭയപ്പെടാനൊന്നുമില്ലെന്നും ICUവിന് പുറത്ത് കാത്തിരിക്കുന്ന ബന്ധുക്കളോട് ഡോക്ടർ പറഞ്ഞു. ഡ്യൂട്ടി സമയം കഴിയാറായപ്പോൾ ഭാമ ഡോക്ടറോട് ചോദിച്ച് ഡ്യൂട്ടി തുടരുവാൻ സമ്മതം വാങ്ങിച്ചു. കീർത്തനയെ ആ അവസ്ഥയിൽ വിട്ടിട്ടു പോകുവാൻ ഭാമയ്ക്ക് സാധിക്കുമായിരുന്നില്ല. കതിരേശിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ശിവേട്ടൻ്റെ മകൾ എന്ന് കേട്ടപ്പോൾ ഈ സാഹചര്യത്തിൽ നിനക്കു മാത്രമേ ആ കുട്ടിക്ക് ആശ്വാസം നൽകാൻ സാധിക്കൂ എന്നാണ് കതിരേശൻ മറുപടി പറഞ്ഞത്. തന്നെ സ്നേഹപൂർവ്വം നോക്കിക്കൊണ്ട് അടുത്തിരുന്ന സിസ്റ്ററിൻ്റെ കൈ കീർത്തന പിടിച്ചു. അവളുടെ വിറയ്ക്കുന്ന വിരലുകൾ മറ്റേ കൈകൊണ്ട് ചേർത്ത് പിടിച്ചപ്പോൾ കട്ടിലിൽ കിടക്കുന്നത് താൻ തന്നെയാണെന്ന് ഭാമയ്ക്ക് തോന്നി. അവളുടെ കണ്ണീര് തുടച്ചുകൊണ്ട് ഭാമ പറഞ്ഞു, മോൾക്ക് ഒന്നും പറ്റിയിട്ടില്ലാട്ടോ. ഈ ശരീരത്തിന് പറ്റിയ മുറിവൊക്കെ മാറും. അത് മാറുന്നതിൻ്റെ കൂടെ ഇല്ലാണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ എൻ്റെ കുട്ടിക്കുണ്ടായിട്ടുള്ളൂ. നമ്മുടെ മനസ്സാണ് ശുദ്ധിയും അശുദ്ധിയും തിരിച്ചറിയേണ്ടത്.
ആരെങ്കിലും കുറച്ചു പേർ വിചാരിച്ചാൽ നശിപ്പിക്കാവുന്നതല്ലല്ലോ നമ്മുടെ ജീവിതം. എൻ്റെ മോൾ മനസ്സ് വച്ചാൽ ഒക്കെ സാധിക്കും. അച്ഛനും അമ്മയ്ക്കും മോളാണ് ധൈര്യം കൊടുക്കേണ്ടത്. നമ്മൾ തളർന്നാൽ അവിടെ നമ്മൾ തോറ്റൂന്ന് കൂട്ടിക്കോളൂ. കരയരുത്. മറ്റുള്ളവർക്ക് മുമ്പിൽ കരഞ്ഞാലും തോൽക്കുന്നത് നമ്മൾ തന്നെയാണ് മോളെ. ഭാമയുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ കീർത്തനയ്ക്ക് ഒരു പുതിയ പ്രതീക്ഷയുടെ തിരിനാളം തെളിഞ്ഞു വരുന്നതായി തോന്നി. അവൾ അച്ഛനെയും അമ്മയെയും കാണണം എന്ന് പറഞ്ഞു. ICUവിൻ്റെ പുറത്തു കാത്തു നിൽക്കുന്ന ശിവനാഥനെയും ഭാര്യയെയും മകളെ കാണിക്കുവാനുള്ള അനുവാദം ഡോക്ടറോട് ചോദിക്കാനായി എഴുന്നേൽക്കുമ്പോൾ കീർത്തനയുടെ വിരലുകളുടെ വിറയലില്ലാതായത് ഭാമയ്ക്ക് തിരിച്ചറിയാനായി. മായാദത്ത് കണ്ണൂരിലെ തളിപ്പറമ്പാണ് സ്വദേശം. 22 വർഷങ്ങളായി മുംബൈയിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററിൽ ജോലി ചെയ്യുന്നു. താമസം BARC റെസിഡൻഷ്യൽ കോളനിയായ അണുശക്തി നഗറിൽ. ഒരു മകൾ സൗപർണിക ഡിഗ്രി 2ാം വർഷം പഠിക്കുന്നു. ചെറുകഥകളും കവിതകളും എഴുതാറുണ്ട്.